നാട്ടിൽ നമ്മുടെ കൂട്ടുകാരോട് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു ഇന്നതാ സംഭവം എന്ന് പറഞ്ഞത്. ഈ സന്ദേശം ഇട്ട ആളെ എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സന്ദേശമാണ് ഈ യുവതിയോട് ഒരു അനുകമ്പ തോന്നാൻ കാരണമായത്. ഇതാ അതിനുശേഷം വന്ന മറ്റൊരു സന്ദേശം. കൃത്യമായി ഈ വിവരം അറിയാവുന്ന ചെറുപ്പക്കാരൻ അറിയാവുന്ന ഒരാൾ അയാൾ കാണിച്ചിരിക്കുന്ന ചതിയെക്കുറിച്ച്, വഞ്ചനയെക്കുറിച്ച് ഇട്ടിരിക്കുന്ന സന്ദേശം. ഈ ചെറുക്കൻ ഐത്തലപ്പള്ളി ഇടവക്കാരനാ. പട്ടായിൽ നിന്നാണ് അവരുടെ വീട്ടു വരെ. ഇവർ താമസിക്കുന്നത് വീമൂട്ടുപാറയിലാണ് താമസിക്കുന്നത്. ഇവരാണ് പണ്ട് ഇറ്റലിയിൽ നിന്ന് കോവിഡ് കൊണ്ടുവന്നു പറഞ്ഞുകൊണ്ട് പ്രശ്നം ഉണ്ടായില്ലേ, ആ ചെറുക്കനായത്. പത്തനംതിട്ട ഹോസ്പിറ്റലൊക്കെ കൊണ്ടാക്കി ഭയങ്കര പ്രശ്നമായിരുന്നില്ലായിരുന്നു. ആ ചെറുക്കനായിരുന്നു. അവനെ മറ്റേ ഞാനായ കത്തോലിക്കത്തെ ഒരു പെണ്ണായിരുന്നു കല്യാണം കഴിച്ചത്. തിരുമേനിയാ കല്യാണം കഴിപ്പിച്ചത്. കല്യാണം കഴിച്ചിട്ട് അന്ന് വൈകിട്ടായിരുന്നു കല്യാണം. കല്യാണം കഴിഞ്ഞിട്ട് അവരുടെ വീട്ടിലാ ചെറുക്കനും ഇവരുടെ വീട്ടിലാ പെണ്ണിട്ട് പോയില്ല. Max Life Insurance is now Axis Max Life Insurance. Click on the link below to buy now. ചെറുക്കനൊരു സൈക്കോ ഇവനെ. ഇവൻ രാത്രിയിൽ ആ പെണ്ണിനെ ഞാൻ പിടിച്ച് ചെയ്യുകയൊക്കെ ചെയ്തു. ആ കൊച്ചൊക്കെ പേടിച്ചു പോയി. അതിനെ രാവിലെ ഇവൻ കൊണ്ട് വിട്ടിട്ട് ഇവർ നേരെ ഇറ്റലിക്ക് ഞാൻ കയറിപ്പോയേ. എന്നിട്ട് ഇവൻ പറഞ്ഞുണ്ടാക്കി ആ പെണ്ണാണോ മറ്റേന്ന് പറഞ്ഞുകൊണ്ട് ആ ഇതാക്കിയേക്കും. കല്യാണത്തിന്റെ ഹോളിന്റെ പൈസ കൊടുത്തിട്ടില്ല, സ്റ്റുഡിയോക്കാരന്റെ പൈസ കൊടുത്തിട്ടില്ല, കേറ്ററിംഗുകാരന്റെ പൈസ ഒന്നും കൊടുക്കാതാ പോയേക്കുന്നത്. എല്ലാ ഇവനെ ഒരു സൈക്കോ ഇവനെ എങ്ങനെ പോയിരിക്കുന്നത്. അങ്ങനെ ആ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ഐത്തലപ്പള്ളി വന്ന് അനുഭവച്ചനൊക്കെ ആയിട്ട് സംസാരിച്ച് കേസ് കൊടുത്തേക്കുക. ചെറുക്കനെ ഇവിടെ തിരിച്ച് ഒളിപ്പിക്കുകയാണ് ഇവിടെ. ഇത് നിർണായകമായ ചില വെളിപ്പെടുത്തലുകളാണ്. ഇത് കരുതി കൂട്ടി വഞ്ചിച്ചു എന്നതിന്റെ തെളിവാണ്. കാരണം കല്യാണം കഴിഞ്ഞാൽ പിറ്റേ ദിവസം ടിക്കറ്റ് എടുത്തു പോയി. അതെങ്ങനെയാണ് നേരത്തെ ടിക്കറ്റ് എടുത്ത് വെച്ചിരുന്ന, അല്ലെങ്കിൽ എങ്ങനെ പോയി എന്ന് മാത്രമല്ല, കല്യാണ ചെലവുകളൊന്നും സെറ്റിൽ ചെയ്തിട്ടില്ല. ഇയാൾ ഈ ഫോട്ടോഷൂട്ടിന് പോയ സമയത്തും പ്രശ്നമുണ്ടായിരുന്നു. അപ്പോൾ ഇയാൾ ഒരു സൈക്കോയാണ്, ഇയാൾ ഒരു ക്രിമിനൽ സൈക്കോ മനോഭാവമുള്ള ആളാണ് എന്ന് അറിയാവുന്ന ചില ആളുകൾ പറഞ്ഞിരിക്കുന്നതാണ്. മറ്റൊരു